നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. തിരുത്തലുകളും തിരുത്തൽ പ്രക്രിയകളും എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. തന്റെ മകന്റെ പെരുമാറ്റ ദൂഷ്യത്തിൽ രാജാവിന് വലിയ സങ്കടമായിരുന്നു. ആരെയും ബഹുമാനിക്കില്ല, ഇഷ്ടമില്ലാത്തവരെയൊക്കെ ചീത്ത വിളിക്കും. രാജ്യത്തിലെ ഭാവി രാജാവാണ്. ഒരു ഉത്തരം കിട്ടാതെ രാജാവ് വിഷമിച്ചു. ഒരിക്കൽ ഒരു ജ്ഞാനി കൊട്ടാരത്തിലെത്തി. രാജാവ് തന്റെ സങ്കടം ജ്ഞാനിയോട് പറഞ്ഞു. ജ്ഞാനി യുവരാജാവിനെ കുറച്ചു ദിവസം നിരീക്ഷിച്ചു. എന്നിട്ട് യുവരാജാവിനോട് ചോദിച്ചു, നിനക്കും അച്ഛനെ പോലെ ഏവരാലും ബഹുമാനിക്കപ്പെടുന്നവനും അറിവുള്ളവനുമാകണോ? വേണമെന്ന് യുവരാജാവ് ഉത്തരം പറഞ്ഞു. അദ്ദേഹം ദൂരെ നിൽക്കുന്ന ഒരു ആര്യവേപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അത് ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന മരമാണ്. അതിൽ നിന്നും ദിവസം ഒരു കതിർ വീതം പറിച്ചു കഴിക്കണം. രാജകുമാരൻ പിറ്റേ ദിവസം ഇല കഴിക്കാനായി വന്നു. ഇല കഴിച്ചതും കയ്പുകൊണ്ട് അത് തുപ്പിക്കളയുകയും ആ മരം വെട്ടിക്കളയാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. അപ്പോൾ ജ്ഞാനി പറഞ്ഞു, ഇലയ്ക്ക് കയ്പുള്ളതിനാൽ താങ്കൾ ആ മരം തന്നെ വെട്ടിക്കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഉള്ളിലുള്ള അരുചിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇതായിരിക്കും താങ്കളുടെയും അവസ്ഥ. താങ്കളുടെ അസുഖകരമായ പെരുമാറ്റങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുകയും അവർ നിങ്ങളെ വകവരുത്തുകയും ചെയ്യും. യുവരാജാവിന് തന്റെ തെറ്റ് മനസ്സിലായി. പിന്നീട് അദ്ദേഹം തന്റെ തെറ്റ് തിരുത്തി മുന്നോട്ട് പോകുവാൻ ശീലിക്കുകയും ചെയ്തു. ആർക്കും തെറ്റുപറ്റാം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് തെറ്റുവരുത്തിയത് ആരായാലും അവർ അത് തിരുത്താൻ തയ്യാറാകണം എന്നതാണ്. എല്ലാ തിരുത്തൽ പ്രക്രിയകളും ആരംഭിക്കാൻ എളുപ്പം താഴെത്തട്ടിൽ നിന്നാണ്. എന്നാൽ എല്ലാ തിരുത്തലുകളും ആരംഭിക്കേണ്ടത് മുകളിൽ നിന്നാണ്. രാജാവ് നന്നായാൽ പ്രജകളും നന്നാകും. തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും താൻ അത് തിരുത്താൻ തയ്യാറാണെന്നും അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുവെന്നും ഉറക്കെ വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഭരണാധികാരികളുടെ കീഴിൽ ജനങ്ങൾ സുരക്ഷിതരും കർമ്മനിരതരുമായിരിക്കും. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തിരുത്തലുകൾ ദൈവികവും. ശുഭദിനം.